നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. CPM വല്ലാത്ത ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ്. പ്രതിസന്ധി ഘട്ടം ഇത് ഇപ്പോൾ വന്നതൊന്നുമല്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ അവരത് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ നടന്ന കൊലപാതകം, SFI അങ്ങനെയൊക്കെ ചില കാര്യം. അതല്ല. CPIക്കും CPMനും മുൻപ് ഒരു കാലത്തും ഇല്ലാത്ത വിധത്തിലുള്ള സ്ഥാനാർത്ഥി ദൗർബല്യമാണ് ഇപ്പോൾ വന്ന് ചേർന്നിരിക്കുന്നത്. ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ അവരുടെ കയ്യിൽ നല്ല സ്ഥാനാർത്ഥികളില്ലാത്ത വലിയൊരു ഗതികേട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. അതിന് ഉദാഹരണമായിട്ട് ഞാൻ 2-3 സ്ഥാനാർത്ഥികളെ മാത്രം നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇപ്പം മന്ത്രിയായിട്ടിരിക്കുന്ന കെ രാധാകൃഷ്ണൻ, അദ്ദേഹം മന്ത്രിയാണ്. അദ്ദേഹം ആ മന്ത്രിസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് തന്നെ അദ്ദേഹം പാർലമെൻറ്റിലേക്ക് മത്സരിക്കുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. മന്ത്രിസ്ഥാനം എന്ന ഒരു ഉയർന്ന സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അദ്ദേഹം പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നു. ജയിച്ചു എന്ന് തന്നെ വെക്കുക. പരമാവധി അദ്ദേഹത്തിന് ആകാൻ പറ്റുന്ന സ്ഥാനം എവിടെയാണ്? MP ആണ്. അപ്പോൾ MP സ്ഥാനമാണോ വലുത്, മന്ത്രിസ്ഥാനമാണോ വലുത്? നിങ്ങളൊന്ന് ചിന്തിക്കുക. തീർച്ചയായിട്ടും മന്ത്രിസ്ഥാനം തന്നെയാണ് വലുത്. സംസ്ഥാന മന്ത്രിസ്ഥാനമാണ്. പ്രതിപക്ഷത്തിൻ്റെ ഒരു MP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എത്ര വില കിട്ടാനാണ് എന്ന് ചിന്തിക്കുക. അപ്പോൾ എന്തിനാണ് അവർ മന്ത്രിസ്ഥാനത്തിരിക്കുന്ന രാധാകൃഷ്ണനെ മത്സരിപ്പിക്കുന്നത്? അവിടെയാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥാനാർത്ഥി ദൗർബല്യം. ജനങ്ങളുടെ മുന്നിൽ വെക്കാൻ നല്ലൊരു സ്ഥാനാർത്ഥി പോലും അവർക്കില്ല. ഇത് ഒരാളുടെ കാര്യമാണ്. ജയിക്കുമോ തോക്കുമോ എന്നുള്ളത് പിന്നീടുള്ള കാര്യം. പക്ഷേ ജയിച്ചാൽ പോലും കിട്ടുന്ന സ്ഥാനം MP സ്ഥാനത്ത് നിലനിർത്താൻ വേണ്ടി മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വരുന്ന ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ആളായിരിക്കും ഒരുപക്ഷെ ഈ കെ രാധാകൃഷ്ണൻ. അത്രയും ഗതികെട്ട അവസ്ഥയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അടുത്ത ആളെ നോക്കുക, KK ശൈലജ. നിലവിൽ MLA ആണ്. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടി ജയിച്ച MLA ആണ്. കമ്മ്യൂണിസ്റ്റുകാരിയായിട്ട് CPMകാരിയായിട്ടുള്ള MLA ആണ്. ഈ KK ശൈലജയ്ക്ക് അവർക്ക് നല്ലൊരു സ്ഥാനം കൊടുക്കണമെങ്കിൽ, ഒരു അധികാര സ്ഥാനം കൊടുക്കണമെങ്കിൽ നിസ്സാരമായിട്ട് പറ്റും. അതിലൊരു ഇലക്ഷൻ്റെ ആവശ്യം പോലുമില്ല. അവർ MLA ആണ്. അവരെ പിടിച്ച് ആഭ്യന്തരമന്ത്രിയോ വേണമെങ്കിൽ മുഖ്യമന്ത്രി വരെ ആക്കാം. അപ്പോൾ അവർക്ക് ഏറ്റവും പവറുള്ള ഒരു അധികാരം കിട്ടി. മറിച്ച് MLA ആയിരിക്കുന്ന അവരെ പിടിച്ച് MP ആക്കി. ജയിച്ചു എന്ന് തന്നെ വെക്കുക. ഭൂരിപക്ഷത്തിന് ജയിച്ചു എന്ന് തന്നെ വെക്കുക. K മുരളീധരനെ തോപ്പിച്ച് ജയിച്ചു. എന്താവും അവർ? പരമാവധി പ്രതിപക്ഷത്തിൻ്റെ സൈഡിലെ ഡെസ്കിൽ പോയിരുന്നുണ്ട്. ഡെസ്കിൽ കൊട്ടാൻ ഒരു MP. അതിൻ്റെ അപ്പുറം എന്ത് മാങ്ങാത്തൊലിയാണ് അവരാകാൻ പോകുന്നത്? ഇന്ത്യൻ പ്രധാനമന്ത്രിയാവും? ഏതെങ്കിലും സ്ഥലത്തെ ഒരു ഗവർണറെങ്കിലും ആവും? ഇല്ല. അവിടെയും ഇതേ ഗതികേട് തന്നെയാണ് CPM. അടുത്തത് കൊല്ലത്ത് M മുകേഷ്, നടനാണ്. നിലവിൽ MLA ആണ്. പിടിച്ച് MP ആക്കി നിർത്തിയിരിക്കുകയാണ്. ആളില്ല. അദ്ദേഹവും ജയിച്ചു MP ആവുന്നു എന്ന് തന്നെ വെക്കുക. എന്താ ഇപ്പോഴുള്ള ഭരണപക്ഷ MLA എന്ന ആ പദവിയേക്കാളും വലുതാണോ പ്രതിപക്ഷ MP? കുറച്ചുകൂടെ മണ്ഡലങ്ങളുടെ അധികാരം വരുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷത്ത് പോരുന്നുണ്ട് ഡെസ്കിൽ കൊട്ടാനും കൂക്കി വിളിക്കാനും അല്ലേ പറ്റത്തുള്ളൂ. ഇനി കുറച്ച് അധികാരം കൂടുതൽ കിട്ടണം എങ്കിൽ MLA ആയിരിക്കുന്ന അദ്ദേഹത്തെ പിടിച്ച് മന്ത്രിയാക്കിയാൽ പോരെ. അതിനാണെങ്കിൽ ഒരു ഇലക്ഷൻ്റെ ആവശ്യം പോലുമില്ല. ഇങ്ങനെ ഓരോ പാർട്ടിക്കാരും ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ നിലവിൽ ഒരു സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കെ ആ സംസ്ഥാന മന്ത്രിയെ പിടിച്ച് പാർലമെൻറ്റ് ഇലക്ഷനിൽ നിർത്താനും മാത്രം ഗതികെട്ട അവസ്ഥയിലേക്ക് പോയത് ഈ എന്താ പറയുക കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമേ ഉള്ളൂ. ഇനി ഏതെങ്കിലും BJPയുടെ എവിടെയെങ്കിലുമുള്ള ഒരു ഉദാഹരണം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചാൽ അതിനും പക്ഷേ ന്യായീകരണമുണ്ട്. എന്താണെന്നറിയാമോ? അവർക്ക് ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാക്കാം. സംസ്ഥാന മന്ത്രിയേക്കാൾ പദവിയാണത്. സംസ്ഥാന മുഖ്യമന്ത്രിയായിരുന്ന ആളെ അത് രാജിവെപ്പിച്ചിട്ട് കേന്ദ്രമന്ത്രിയാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? അതിനാണ് പവർ കൂടുതൽ. അതുകൊണ്ട് അങ്ങനെ ആക്കിയിട്ടുണ്ട്. ആസാമിൽ മുൻപ് BJP മുഖ്യമന്ത്രിയായിരുന്ന സോനോവാളിനെ അതേപോലെ തന്നെ വീണ്ടും അവർ ജയിച്ചു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയാക്കാതെ നേരെ കേന്ദ്രത്തിലേക്ക് വിളിച്ച് കേന്ദ്രമന്ത്രിയാക്കി. പകരം അവിടെ മുഖ്യമന്ത്രിയാക്കിയതാണ് ഹിമന്ത ബിശ്വ ശർമ്മയെ. അത് പക്ഷേ കുറച്ചുകൂടി അധികാരമുള്ള ഒരു സ്ഥാനമാണ് കൊടുക്കുന്നത്. ഇന്ത്യയുടെ മൊത്തത്തിലുള്ള കേന്ദ്രമന്ത്രി എന്ന തരത്തിലാണ് കൊടുക്കുന്നത്. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരൻ ഈ പിടിച്ച് നിർത്തിയിട്ട് ഒരു MP എന്നതിനപ്പുറം അവർ ജയിക്കുമോ എന്ന് തന്നെ അറിയില്ല. കഴിഞ്ഞ തവണ തന്നെ അവർക്ക് മൊത്തത്തിൽ ഇന്ത്യ മൊത്തം കിട്ടിയത് 3 MPമാരാണ്. അത് തന്നെ അവരുടെ സ്ഥാനം എന്താണെന്ന് അവർക്ക് തന്നെ തിട്ടമില്ല. അപ്പോഴാണ് ഇവിടെ കേരളത്തിലെ മന്ത്രിയായിരിക്കുന്ന ആളെ പിടിച്ചിട്ട് MP ആക്കിയിരിക്കുന്നത്. ഗതികേടാണ്. ആ പാർട്ടിയുടെ ഗതികേടാണ്. അല്ലെങ്കിൽ ആ 4 പേർ അറിയാത്ത ആരെങ്കിലുമൊക്കെ പിടിച്ച് നിർത്തേണ്ടി വരും. ഇതാകുമ്പോൾ ഞങ്ങൾ ഒരു മന്ത്രിനെ പിടിച്ച് നിർത്തിയിരിക്കുന്നു എന്നെങ്കിലും പറയാം. പക്ഷേ യഥാർത്ഥത്തിൽ ആ പാർട്ടി അനുഭവിക്കുന്ന അപജയത്തിൻ്റെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് ഈ ഞാൻ പറഞ്ഞ ഈ 3 സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.